സമുദായ ബോധം അല്ലെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു കാലഘട്ടത്തില് കേരളത്തിലെ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്വാധീന ശക്തി നമ്മുടെ ക്രൈസ്തവരായിരുന്നു. കേരളത്തിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ വരെയുള്ള ഒരു സ്വാധീന ശക്തിയുള്ള ഒരു സമുദായമായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അത് മാത്രമല്ല, ഞാൻ കേട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെയാണ് ആദ്യം കണ്ടിരുന്നത്. അതിനുശേഷം എവിടെയോ ഈ കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിനോടിൽ എവിടെയോ നമുക്ക് നമ്മുടെ സ്വാധീന ശക്തിയും നമ്മുടെ സംഘടിത ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് അല്ലെങ്കിൽ ക്രിസ്തീയ നാമധാരിയാണെന്ന് പറയാൻ എല്ലാവർക്കും ആവും. അതേസമയം ക്രിസ്ത്യാനിയുടെ ഒരു പൊതു വിഷയം വരുമ്പോൾ ഇപ്പൊ മലയോര മേഖലയിലെ വിഷയങ്ങളായിക്കോട്ടെ, തീരദേശത്തിന്റെ വിഷയങ്ങളായിക്കോട്ടെ, ഇടനാട്ടിലെ വിഷയങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനിയെ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഐഡന്റിഫൈ ചെയ്ത് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനാൽ തന്നെ ആ ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തകരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. പല മതങ്ങളും അവരുടെ കോർ ഒരു കാര്യം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പൊതുവായ ഒരു ഒരുമ അവർക്കത് ഒരു ആവശ്യം, അതിൻ്റെ ഒരു ആവശ്യം ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ ക്രൈസ്തവർ വളരെ അപ്രസക്തരായിട്ട് മാറുന്നത് ഒരു 2000-നൊക്കെ ശേഷമാണ്. 2011 ഒരു സെൻസസിൽ നമ്മൾ 18.4% എന്നുണ്ട്. ഇനി അതൊരു ആക്ച്വൽ സംഖ്യ അല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ 2022 ബർത്ത് റേറ്റ് നമ്മൾ നോക്കും. അതില് 100-ൽ 13 കുട്ടികളാണ് ക്രൈസ്തവരായിട്ട് ജനിക്കുന്ന കേരളത്തിൽ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ നേതൃത്വ നിരയിൽ ആളുകൾ ഉണ്ടായിരുന്നു, നമുക്ക് സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായിരിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് വോട്ട് കൂടുതലായിട്ടുള്ളത്. അത് ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എവിടെയാണ് അവർക്ക് മണ്ഡലങ്ങൾ കൂടിയിട്ടുള്ളതെന്ന് അറിയാം. ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ ആഭിമുഖ്യം കൂടുതലുള്ള നാടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ വടക്ക് മലബാറിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ ന്യൂനപക്ഷത്തിൽ വീണ്ടും ന്യൂനപക്ഷമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജയിച്ച് കയറി അധികാരത്തിലെത്തണമെങ്കിൽ ഭൂരിപക്ഷമായി നിൽക്കുന്ന ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന്റെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം. ഈ രാഷ്ട്രീയക്കാരൻ വിജയിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവനായ ഒരു രാഷ്ട്രീയക്കാരൻ വിജയിച്ചു കഴിഞ്ഞാൽ സഭയുണ്ട്, രൂപതയുണ്ട്, എല്ലാവരും അയാളുടെ കൂടെയാണ്. അയാളൊന്ന് പരാജയപ്പെട്ടോട്ടെ, ആരുടെ കൂടെ? നമസ്കാരം. അച്ഛൻ പുലികൾ എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ക്രൈസ്തവ സമുദായത്തിന് നിർണായകമായ ഒരു സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അത് പലപ്പോഴും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലുള്ളവർ പലപ്പോഴും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, സിനിമ, സാംസ്കാരിക മേഖലകളിൽ നടക്കുന്ന ക്രൈസ്തവ അവഹേളനങ്ങളായിക്കോട്ടെ, നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായത്തിന് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ വേണ്ട രീതിയിൽ ക്രൈസ്തവന്റെ ശബ്ദം കേൾക്കാതെ പോകുന്നത്? ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ അഭിമാന താരങ്ങളായ 4 വൈദികരാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ഫാദർ സ്കോട്ട് സ്ലീബ ഒളിമൂടൻ, ഫാദർ ടോം ഒലിക്കരോട്ട്, ഒപ്പം ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI. 4 വൈദികർക്കും ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രത്യേകിച്ച് നമ്മൾ ഷെക്കേന ബിഗ് ഡിബേറ്റ് പല എപ്പിസോഡുകളിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല രീതിയിൽ നാം നടത്തിയിരുന്നു. വർഷങ്ങളായിട്ട് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വേദനയാണ് ഈ രാഷ്ട്രീയ മേഖലകളിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനം, അല്ലെങ്കിൽ വേണ്ടത്ര നമ്മുടെ ശബ്ദം നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ പരിഗണിക്കുന്നില്ല എന്നൊരു പോയിന്റ്. ജോൺസൺ അച്ഛൻ പ്രത്യേകിച്ച് പോസിറ്റീവ് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് പല ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളും പല ശ്രദ്ധേയമായിട്ടുള്ള എപ്പിസോഡുകളും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു പ്രത്യേക കാലഘട്ടം വരെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം വരെ നിർണായകമായ ഒരു സ്വാധീന ശക്തി നമ്മുടെ ക്രൈസ്തവ സമുദായത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂര് ബിഷപ്പ് കുണ്ടുകുളം പിതാവിന്റെ ഒക്കെ സ്വാധീനം നമുക്ക് അറിയാവുന്നതാണ്, ഒപ്പം തന്നെ മറ്റു പല പിതാക്കന്മാരുടെയും. പക്ഷെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഈ ക്രൈസ്തവന്റെ ആവശ്യത്തോട് ഒരു മുഖം തിരിക്കുന്ന
ഒരു മനോഭാവം, എത്ര വലിയ രീതിയിൽ സമരം ചെയ്താലും ഒരു അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ ഏറ്റവും ഒടുവിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ നമുക്ക് നീങ്ങേണ്ടി വരുന്നു. 80-20 വിഷയത്തിൽ നാം അത് കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ളൊരു അപജയം സംഭവിക്കുന്നത്? ജോൺസൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തില് കേരളത്തിലെ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്വാധീന ശക്തി നമ്മുടെ ക്രൈസ്തവരായിരുന്നു. 1965 25ഓളം നിയമസഭാ സീറ്റുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ വരെയുള്ള ഒരു സ്വാധീന ശക്തിയുള്ള ഒരു സമുദായമായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അത് മാത്രമല്ല, ഞാൻ കേട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെയാണ് ആദ്യം കണ്ടിരുന്നത്. അതിനുശേഷം എവിടെയോ ഈ കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിനോടിൽ എവിടെയോ നമുക്ക് നമ്മുടെ സ്വാധീന ശക്തിയും നമ്മുടെ സംഘടിത ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആരെയാണ് അതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ആത്മചിന്തന ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അതായത് ക്രൈസ്തവന്റെ ആ ഫോക്കസ്, നമ്മുടെ ആ ലക്ഷ്യം, നമ്മുടെ ഉന്നം നമ്മൾ മറന്ന് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയക്കാരാണ് എങ്കിലും സംഘടിത ശക്തിയെയാണ് അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെയാണ് അവർ ഭയപ്പെടുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. ഇപ്പൊ നമുക്കിടയിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു പിളർപ്പ് ഏതോ ഒരു സ്വാധീന ശക്തി കൊണ്ട് നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ 1960-70 കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ആ സംഘടിത ശക്തിയെ ഭയപ്പെട്ടിരുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി തീർച്ചയായിട്ടും അവർ വളരെ ബോധപൂർവമായ ഒരു ശ്രമം നമുക്കിടയിൽ വിള്ളൽ തീർക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ഇരയാക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. വളരെ പ്രസക്തമായിട്ടൊരു പോയിന്റ് ഈ ജോൺസൺ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ റോയിസൺ മിസ്പ ശുശ്രൂഷയിൽ പറഞ്ഞൊരു വൈറലായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ഒന്നിച്ചു നിന്നാൽ. അങ്ങനെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവന അച്ഛൻ നടത്തിയിരുന്നു. അച്ഛൻ ഫോക്കസ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മുടെ ഒരു സംഘടിത ശക്തി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഐക്യമില്ലായ്മ അല്ലെങ്കിൽ പല തലത്തിലുള്ള വിഭജനം, അത് ചിന്താഗതികളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ക്രൈസ്തവ സഭകൾക്കിടയിലായിക്കോട്ടെ റീത്തുകൾക്കിടയിലായിക്കോട്ടെ, അത്തരത്തിലുള്ള നമ്മൾ അറിയാതെ തന്നെ ഒരു ഐക്യമില്ലായ്മ കടന്നു വന്നിട്ടുണ്ട് അല്ലെ. അച്ഛനെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ് ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അതായത് ഞാനന്ന് പറഞ്ഞത്, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാരതത്തിലെയും കേരളത്തിലെയും ഇന്നത്തെ ഒരവസ്ഥ ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തകരുന്നു എന്നതാണ് ഞാനാ പറഞ്ഞത്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. ക്രൈസ്തവ സഭയുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യുന്ന സേവനങ്ങൾ വളരെ മഹത്തരമാണ്. എന്നാൽ അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ ആ രാഷ്ട്രത്തിലെ ഒരു മതവിഭാഗം എന്നുള്ള നിലയിൽ ക്രൈസ്തവർ നൽകുന്ന പങ്കിനെ നമുക്ക് കുറച്ചുകൂടി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് അതിനൊരു സ്വാധീനം ഉണ്ടാവുക. ഇത് ഒറ്റയ്ക്ക് കാണുമ്പോൾ ആർക്കും ഒരു പരിഗണിക്കാനായിട്ട് തോന്നില്ല. അതേസമയം നമ്മളുടെ ഈ സമൂഹം വിവിധ സഭാ സമൂഹങ്ങളായി 300-ലേറെ ചെറുകിട സഭാ സമൂഹങ്ങളാണ് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ എന്ന് മനസ്സിലാക്കണം. എല്ലാ മതത്തിലും ഉണ്ട് അതുപോലെയുള്ള വിഭജനങ്ങളുണ്ട്. ജാതിയുടെ പേരിലും ഗോത്രത്തിന്റെ പേരിലും പ്രദേശത്തിന്റെ പേരിലും ഒക്കെ വിഭജനങ്ങളുണ്ട്. പക്ഷെ അവരിൽ പല മതങ്ങളും അവരുടെ കോർ ഒരു കാര്യം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പൊതുവായ ഒരു ഒരുമ, അവർക്കത് ഒരു അതിന്റെ ഒരു ആവശ്യം ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരുമ എന്നതിനേക്കാളൊക്കെ ഉപരി അച്ഛൻ പറഞ്ഞ വളരെ കറക്റ്റ്, ഒരുമ എന്നൊരു പോയിന്റ്. ഒപ്പം തന്നെ ഈ സമുദായ ബോധം അല്ലെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല. അത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ ഇത്തരത്തിലൊരു ഐക്യമില്ലായ്മയിലേക്കൊക്കെ? അതിന് ഞാൻ കാണുന്ന ഒരു കാരണം, ഞാൻ സമുദായ ബോധത്തെ പറ്റി സംസാരിക്കുന്ന ആളാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അടുത്തൊരു തലമുറയിൽ നമ്മൾ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ആളുമാണ്. പക്ഷെ നമ്മളുടെ ഒരു ക്രൈസ്തവന്റെ ഒരു അടിസ്ഥാനപരമായ സാമൂഹ്യ ബോധത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ പ്രബലമായ കത്തോലിക്ക സഭയിൽപ്പെട്ട വൈദികരാണ് നമ്മളെല്ലാവരും. അതെ. അപ്പം കത്തോലിക്ക സഭയുടെ ഒരു പൊതുസമൂഹ ബോധത്തിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ സമുദായത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഞാൻ പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ കേരളത്തിലെ മലബാർ പ്രദേശത്തെ ആദ്യത്തെ പെൺപള്ളിക്കൂടമായ അപ്പസ്തോലിക് കാർമൽ സിസ്റ്റേഴ്സിന്റെ കോഴിക്കോട് ടൗണിലുള്ള സെന്റ് ജോസഫ് സ്കൂളിന്റെ 150-ാം വാർഷികത്തിൽ 2014-15 എനിക്ക് തോന്നുന്നു 150-ാം വാർഷികത്തിൽ അവിടെ കൂടിയിരുന്ന ജനത്തിനോട് ചോദിക്കുകയാണ്, കേരളത്തിൽ പൊതുസമൂഹം ഉണ്ടായത് എന്നാണ്? പൊതുസമൂഹം ഉണ്ടായത് ആർക്കും അറിയത്തില്ലല്ലോ.
എനിക്കും അറിയത്തില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു 1864 അന്നാണ് വിശുദ്ധ ചാവറ പിതാവ് അന്നത്തെ മെത്രാപ്പോലിത്തയായ ബെർണദീനോസ് ബെച്ചിനെല്ലി പിതാവിന്റെ അനുഗ്രഹത്തോടെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നൊരു കൺസെപ്റ്റ് തുടങ്ങി. ആ പള്ളിക്കൂടത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മക്കളെയും ഒരുമിച്ചിരുത്തി വിദ്യാദാനം നിർവഹിച്ചു. അവിടെ പൊതുസമൂഹ നിർമ്മിതിയിൽ കത്തോലിക്ക സഭയും ക്രൈസ്തവ സമൂഹവും ഒരു പങ്ക് ആരംഭിക്കുകയാണ്. അത് പിന്നെ ചാൾസ് മീഡ് എന്ന നമ്മുടെ CMS മിഷണറി, ചർച്ച് മിഷൻ സൊസൈറ്റി, പ്രൊട്ടസ്റ്റന്റ് മിഷണറി 1806 കൊല്ലത്ത് തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളിയുടെ മുറ്റത്ത് ഒരു പള്ളിക്കൂടം ആരംഭിച്ചിരുന്നു. അപ്പൊ ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ദർശനം എന്താണ്? പൊതുസമൂഹ നിർമ്മിതിയാണ്. അതേസമയം വിശ്വാസം വർദ്ധിപ്പിക്കാനും വിശ്വാസികളെ വർദ്ധിപ്പിക്കാനും ക്രൈസ്തവ സമൂഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ പൊതുസമൂഹ നിർമ്മിതി എന്നുള്ളത് ഒരു വിദ്യാലയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വരികയും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറഞ്ഞ കേരളത്തിൽ കത്തോലിക്ക സഭയുടെയും മറ്റു മതസമൂഹത്തിന്റെയും ഒക്കെ വിദ്യാദാന ശുശ്രൂഷയും ആതുര ശുശ്രൂഷയും സാമൂഹ്യ സേവന ശുശ്രൂഷയും എല്ലാ മതസ്ഥർക്കും വേണ്ടിയാണ്. എല്ലാ മതസ്ഥർക്കും വേണ്ടിയാണ്. അപ്പം നാം ഈ സ്വന്തം മതത്തിന് വേണ്ടി മാത്രം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അത് രാഷ്ട്രീയക്കാർക്കും ഇല്ല. ഈ മതത്തിൽ നിന്ന് വളരെ കാരണം ഇപ്പൊ 80-20 വിഷയമൊക്കെ ഉണ്ടായപ്പോ നമുക്കറിയാം അതുവരെ ആനുകൂല്യങ്ങൾ നൽകപ്പെട്ടത് 80-20 അനുപാതത്തിലായി. ഇപ്പം ക്രൈസ്തവ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, ജനസംഖ്യ അനുപാതികമായി അത് തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ സമുദായത്തിലേക്ക് മാത്രമല്ല പോരേണ്ടത്, എല്ലാ സമുദായങ്ങൾക്കും കൃത്യമായിട്ട് പോകണം. അപ്പൊ ടോമച്ചൻ പലപ്പോഴും ഈ പല വിഷയങ്ങൾ, പല തീപ്പൊരി പ്രസംഗങ്ങൾ ഈ പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ സാമുദായ ബോധം അല്ലെങ്കിൽ സാമുദായിക വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സമുദായ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട്, അതായത് സംഘടിത ശക്തി നമുക്ക് നഷ്ടമാകുന്നത് പല കാരണങ്ങളും അതിൻ്റെ അകത്തില്ലേ. അതായത് ഈ ജനസംഖ്യ നമ്മുടെ കുറഞ്ഞു പോകുന്ന ഒരു ദേശത്തേക്കുള്ള കുടിയേറ്റം, അതുവഴി സമുദായത്തോടുള്ള ഒരു സ്നേഹം ഒരു നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയിലേക്കൊക്കെ നമ്മൾ പലരും പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സംഘടിത ശക്തിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത്? ജോർജ്, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ ക്രൈസ്തവർ വളരെ അപ്രസക്തരായിട്ട് മാറുന്നത് ഒരു 2000-നൊക്കെ ശേഷമാണ്. ജോൺസൺ അച്ഛൻ സൂചിപ്പിച്ച പോലെ 1960-കളിൽ 25 MLA-മാർ കേരള കോൺഗ്രസിൽ നിന്ന്, അതൊരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയിൽ നിന്നുണ്ടായി. അതിന്റെ കാരണത്തെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ 940 മുതൽ 90 വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കേരളത്തിലുണ്ട്. 2011 ഒരു സെൻസസിൽ നമ്മൾ 18.4% എന്നുണ്ട്. ഇനി അതൊരു ആക്ച്വൽ സംഖ്യ അല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ 2022 ബെർത്ത് റേറ്റ് നമ്മൾ നോക്കും. അതില് 113 കുട്ടികളാണ് ക്രൈസ്തവരായിട്ട് ജനിക്കുന്നത് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ചാർട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജനാധിപത്യത്തിൽ സംഖ്യ, തലയെണ്ണമാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ എത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആണ്, നമുക്ക് വെറും 13% വോട്ട് ബാങ്കിൽ നമുക്ക് പിടുത്തമുള്ളൂ. അപ്പൊ അത്രയും ദുർബലരായ ഒരു സമുദായത്തെ ജനാധിപത്യത്തിൽ എണ്ണം കൊണ്ട് കുറവാണെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടും. അതെല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇന്ന് എല്ലായിടത്തും വളർന്നിരുന്നത്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ എണ്ണമില്ലാത്ത ക്രിസ്ത്യാനി സ്വാഭാവികമായിട്ടും പുറന്തള്ളപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ മുഖ്യധാരയിലേക്ക് വരണം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമുദായത്തിന്റെ അടിസ്ഥാനം എണ്ണം തന്നെയാണ്. എണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ രാഷ്ട്രീയ ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കുറെ കാലങ്ങളായി. എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെയുള്ള നല്ല സഭയോടും അതേ സമയത്ത് മാനവികമായ ഒരു ബോധം രൂപപ്പെടുത്തിയ രാഷ്ട്രീയക്കാരന്റെ മാതൃകയൊക്കെ ഉണ്ട്. അതേസമയത്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ ഉടനെ സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറയണമെന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില്ലുവാനും മുഖ്യധാര രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും അവർക്കിടയിൽ വളരെ വ്യത്യസ്തനാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഏറ്റുമാനൂർ ടൗണിൽ വിലപിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പടം നമ്മൾ കാണും. ഈ മനുഷ്യൻ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്ത് പുതുപ്പള്ളി പള്ളിയുടെ കൽക്കുരിശിൽ തിരിതെളിച്ച് പോകുന്ന ഒരു നല്ല വിശ്വാസിയാണ്. അതേസമയത്ത് അയാളെ ചേർത്ത് പിടിച്ച എല്ലാ മനുഷ്യരെയുണ്ട്. ഇതൊരു ക്രിസ്തീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു വാർപ്പ് മാതൃകയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ പൊതുബോധം പറയാണ് രാഷ്ട്രീയം എന്തോ വളരെ അസ്പർശ്യതയുള്ളതാണ്, അതില് അഴുക്ക് പുരണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ അവതരിപ്പിക്കുന്ന അത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്നതിൽ ഈ രാഷ്ട്രീയ ബോധം ഇല്ലാതെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി അച്ഛൻ തുടങ്ങി വെച്ചതിന്റെ ഒരു ലൈനിൽ പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതത്തിന്റെ നിർമ്മിതിയിൽ ക്രിസ്ത്യാനിയുടെ പങ്ക് വലുതാണ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ 4 പ്രസിഡന്റുമാര് എ.ഒ. ഹ്യൂം, എസ്.കെ. ദത്ത്, W.C. ബാനർജി, ജോർജ് കൂർ, അത് കഴിഞ്ഞ് ആനി ബെസന്റ്,
ഈ 5 പേര് ഇതിന്റെ പ്രസിഡന്റുമാരായിരുന്നവർ ക്രൈസ്തവരായിരുന്നു. ഇപ്പൊ ദേശീയ ബോധം. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ബാപ്റ്റിസ്റ്റ, ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയ ആൾ ജോസഫ് ബാപ്റ്റിസ്റ്റയാണ്. പക്ഷെ ആ പേര് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ മിണ്ടിയല്ല. അവര് ബാലഗംഗാധര തിലകനെ സ്വരാജിന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് നടത്തുന്നത് ജോസഫ് ബാപ്റ്റിസ്റ്റയാണ്. ആ പേര് പറയത്തില്ല. ഇനി അതുപോലെ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിന്റെ ചുമതലക്കാരൻ മാരാമൻകാരൻ ടൈറ്റസ് തേവർത്തുണ്ടിയിൽ ഗാന്ധി പോലും അദ്ദേഹത്തെ ടൈറ്റസ് ജി എന്നാണ് വിളിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് സ്വന്തം ഫാക്ടറി വിറ്റ് പണം കൊടുത്ത കണ്ണൂരുകാരൻ പാപ്പനശ്ശേരിക്കാരൻ സാമുവൽ ആറോ. ഇങ്ങനെ നിരവധി ക്രൈസ്തവ നേതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്, ഉദാത്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. പക്ഷെ ഈ ചരിത്രം പുറത്തോട്ട് കൊണ്ടുവരാതെ ഇവിടുത്തെ കൈക്കൂലി മേടിച്ച കുറച്ച് ആളുകളെയോ സ്വജനപക്ഷപാതം നടത്തിയ കുറച്ച് ആളുകളെ എടുത്ത് മുമ്പിൽ നിർത്തിയിട്ട് രാഷ്ട്രീയം എന്തോ മോശമാണെന്നൊരു പൊതുചിന്ത നമുക്ക് കൊടുത്തു. അത് വളരെ കറക്റ്റ് ആണ്. കാരണം കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ച ഒത്തിരിയേറെ പേരുകളുണ്ട്. അതായത് ഉദാത്തമായ മാതൃക നൽകി രാഷ്ട്രീയ ജീവിതം നയിച്ച ഒത്തിരിയേറെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ നാമധാരികളായ പല നേതാക്കളും, നമ്മുടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ അവര് ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് ഉയർന്നു വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു MP ആയി ഒരു MLA ആയിക്കൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ പലപ്പോഴും വലിയൊരു ക്രൈസ്തവ സമുദായത്തെ മറക്കുന്ന ഒരു പ്രവണത. അച്ഛൻ പല പ്രസംഗങ്ങളിലും ഇപ്പൊ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കാർഷിക വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ നിലപാട് അച്ഛൻ പറയാറുണ്ട്. നമ്മുടെ ഒപ്പം ആര് നിൽക്കുന്നു അവർക്കായിരിക്കും വോട്ടെന്നൊക്കെ കൃത്യം പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ക്രൈസ്തവ നാമധാരികൾ പോലും ക്രൈസ്തവന്റെ ആവശ്യത്തെ അവഗണിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കൊരു അവഗണനയുണ്ട്. ഇപ്പൊ അച്ഛന്മാരെല്ലാം ഓർമ്മിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ നേതൃത്വ നിരയിൽ ആളുകൾ ഉണ്ടായിരുന്നു, നമുക്ക് സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായിരിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് വോട്ട് കൂടുതലായിട്ടുള്ളത്. അത് ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എവിടെയാണ് അവർക്ക് മണ്ഡലങ്ങൾ കൂടിയിട്ടുള്ളതെന്ന് അറിയാം. ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ ആഭിമുഖ്യം കൂടുതലുള്ള നാടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ വടക്കൻ മലബാറിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ ന്യൂനപക്ഷത്തിൽ വീണ്ടും ന്യൂനപക്ഷമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജയിച്ച് കയറി അധികാരത്തിലെത്തണമെങ്കിൽ ഭൂരിപക്ഷമായി നിൽക്കുന്ന ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന്റെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, അല്ലെ ക്രിസ്തീയ നാമധാരിയാണെന്ന് പറയാൻ എല്ലാവർക്കും ആവും. അതേസമയം ക്രിസ്ത്യാനിയുടെ ഒരു പൊതു വിഷയം വരുമ്പോൾ, ഇപ്പൊ മലയോര മേഖലയിലെ വിഷയങ്ങളായിക്കോട്ടെ, തീരദേശത്തിന്റെ വിഷയങ്ങളായിക്കോട്ടെ, ഇടനാട്ടിലെ വിഷയങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനിയെ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഐഡന്റിഫൈ ചെയ്ത് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനാൽ തന്നെ ആ ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ വിഷയം ഇതാണ്. 80:20 വന്ന സമയത്ത് ഇത് പാടില്ല എന്ന് പറയുവാൻ ഇവിടുത്തെ ആളുകൾ ഭയപ്പെട്ടത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റപ്പെട്ടു പോകും, തങ്ങൾ ഇരിക്കുന്ന കസാര സംരക്ഷിക്കണമെങ്കിൽ അവരുടെ കൂടെ വോട്ട് വേണം. നമ്മൾ വോട്ട് ബാങ്കായിട്ട് മാറാത്തിടത്തോളം കാലം ഈ അവഗണന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അല്ല, മറിച്ച് വോട്ട് ബാങ്ക് അല്ലാതെ നമ്മൾക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമുദായ ബോധമുള്ള ആളുകളെ വളർത്തിയെടുക്കുവാനൂടെ നമുക്ക് സാധിക്കണം. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ട കാലഘട്ടമായി. നമ്മൾ കാലാകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിച്ച് നിർത്തിയവരെ മാറ്റി നിർത്തേണ്ട സാഹചര്യം നമ്മൾ ബോധപൂർവ്വം ഒരുക്കി കൊടുക്കണം. നമ്മൾ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തപ്പെടുമെന്നുള്ള ഒരു ചിന്ത പൊതുബോധത്തിൽ കൊണ്ടുവരാൻ തക്കോണം നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറണം, നമ്മുടെ രാഷ്ട്രീയ ആഭിമുഖ്യം മാറണം. നമ്മുടെ അടുത്ത തലമുറ ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് കൊണ്ടുവരാൻ തക്കോണം നമുക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ളവരാണെങ്കിൽ പോലും ഇന്ന് സംസാരിക്കാത്തവര് നാളെ ക്രിസ്ത്യാനിക്ക് വേണ്ടി സംസാരിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുബോധം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അതിന് സാധിക്കുമെന്നാണ് എന്റെ ഒരു ചിന്ത. ഒപ്പം തന്നെ എനിക്ക് പൊതുവായിട്ട് തോന്നിയൊരു നിരീക്ഷണം, പൊതു ചോദ്യമാണ്. പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായം ഒരു തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ ഈ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു പെർമനന്റ് എനിമിയോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഒരു ഫ്രണ്ടോ പാടില്ല. പക്ഷേ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്, നോ പറയേണ്ടടുത്ത് നോ, അല്ലെങ്കിൽ എസ് പറയേണ്ടടുത്ത് യെസ്. അപ്പൊ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത് മൂലം ഈ ക്രൈസ്തവരെ എങ്ങനെ വേണമെങ്കിലും പന്ത് തട്ടാം, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ നേരെ കുതിര കയറാം എന്നൊരു ചിന്താഗതിയിലേക്ക്, അവർ ഞങ്ങളുടെ ഫിക്സഡ് വോട്ട് ഡെപ്പോസിറ്റ് ആണ്, അവരുടെ മേൽ എന്ത് ചെയ്താലും അവര് ഒന്നും പറയത്തില്ല. അതൊരു തന്ത്രപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതിന്റെ ഒരു അപാകത നമുക്ക് ഈ ഒരു അപജയത്തിന് പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി സ്വന്തം നിലപാടുകൾ പുനർക്രമീകരിക്കുന്നതിൽ നമുക്ക് ഏറെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
നമ്മൾ രാഷ്ട്രീയ പ്രവേശനത്തെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നാണ് പറയുന്നത്. ഇപ്പൊ സിനിമയെ കയറുക എന്ന് പറയുന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നാണ് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയം എന്തുകൊണ്ടോ ഒരു മോശപ്പെട്ട ഒരു ഫീൽഡായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പരമ്പരാഗതമായിട്ട് നമുക്കിടയിലുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഒരു സംഗതി, IAS കാരനാണെങ്കിലും IPS കാരനാണെങ്കിലും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഓർക്കുക, ഇപ്പൊ ഞങ്ങൾ വൈദികരായിട്ട് 11 തൊട്ട് 15 വർഷം വരെ വേണ്ടി വരുന്നു. ഡോക്ടർ ആകാനായിട്ടുള്ള കാലം നമുക്കറിയാം, എഞ്ചിനീയർ ആയിട്ടുള്ള കാലം നമുക്കറിയാം. പക്ഷെ രാഷ്ട്രീയക്കാരനാകാനായിട്ട് എന്ത് യോഗ്യതയാണ് നമുക്ക് ഈ നാട്ടിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ ബ്യൂറോക്രസിയുടെ മേലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു സംഗതി, പരമ്പരാഗതമായിട്ട് നമ്മുടെ ചില ക്രൈസ്തവന്റെ ഉള്ളിൽ കൊത്തിവെച്ചിരിക്കുന്ന ചില മൂല്യങ്ങളും രാഷ്ട്രീയം ഇന്ന് പ്രഘോഷിക്കുന്ന മൂല്യങ്ങളുമായിട്ട് വലിയൊരു ഏറ്റുമുട്ടലുണ്ട്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ സിനിമാ മേഖലകളിലേക്ക്, മാധ്യമ മേഖലകളിലേക്ക് ക്രൈസ്തവരെ ഇറങ്ങരുത്, അല്ലെങ്കിൽ ഒരു സിനിമാ നടിയാകുക അല്ലെങ്കിൽ നാടകനടിയാകുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരുപക്ഷെ അത്ര പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സമയമല്ലായിരുന്നു പണ്ട് ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് കാലഘട്ടം മാറി. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയം ക്രൈസ്തവഗതിയിൽ നിന്ന് ഒരു അല്പാകലം പാലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ 2 മേഖലകളുടെയും മൂല്യങ്ങളുള്ള ഒരു വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തോട് വളരെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറേണ്ടിയിരിക്കും. ആരോഗ്യകരമായ ഒരു സമീപനം നമുക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടം മാറും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഘടിത ശക്തിയായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുകയില്ല. കോവിഡ് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തില് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ മെത്രാൻ സമൂഹത്തോട് തന്നെ പറഞ്ഞൊരു സെന്റൻസ് ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ ഒരു സമർത്ഥ സംഘടിത ശക്തിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്തുക. നിങ്ങൾ ഒരു സംഘടിത ശക്തി അല്ല എന്ന് എനിക്കറിയാം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഞാൻ പറയാൻ കാരണം, നമുക്കത് ഇന്നത്തെ കേരളത്തിൽ ഇപ്പോൾ നമ്മളുടെ വിവിധ ക്രൈസ്തവ സമുദായത്തിലെ വിവിധ സഭകളുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, ഒന്ന് തുറന്ന് ചർച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ, ഓരോ സമുദായവും ഓരോ സഭയും ഒരു സ്വതന്ത്ര നിലപാടുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ കത്തോലിക്ക സഭ, ജാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, CSI, അങ്ങനെ ക്രൈസ്തവ അന്തരീക്ഷത്തിലുള്ള വിവിധ സമൂഹങ്ങളുണ്ട്. അവരെല്ലാവരും അവരിൽ തന്നെ സ്വതന്ത്രരാണ്. കാരണം ഒന്ന് മറ്റൊന്നുമായിട്ട് ഒരു പോളിസിയുടെ കാര്യത്തിലോ ഒരു കോമൺ കാഴ്ചപ്പാടിന്റെ കാര്യത്തിലോ ഒരുമിച്ച് വരുന്നില്ല. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മറ്റ് സമുദായങ്ങൾ നോക്കൂ. ഇപ്പൊ ഹൈന്ദവ ധാരയിലുള്ള വിവിധ സമുദായങ്ങൾ, പ്രബല സമുദായങ്ങൾ, അവർക്ക് ഒരു സിംഗിൾ ലീഡറിനെ കാണിക്കാനുണ്ട് അവരുടെ സമുദായത്തിൽ നിന്ന്. അദ്ദേഹത്തോട് ഒരു തരത്തിൽ അല്ലെങ്കിൽ എതിർപ്പുകളുണ്ട്. പല നേതാക്കൾക്ക്, എല്ലാ നേതാക്കൾക്കും എതിർപ്പുകളുണ്ട്. പക്ഷെ അവരെ അനുസരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കോമൺ പോളിസി വരുമ്പോൾ അവര് ഒന്നുകിൽ ഒരാൾ നിശബ്ദരാകും, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കും. അപ്പം എതിർപ്പ് വരുന്നില്ല, അതിനകത്ത് തന്നെ അന്തഛിദ്രം വരുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്തഛിദ്രമുള്ള, അതായത് ഉള്ളിൽ ശൈഥില്യമുള്ള ഒരു സമൂഹവും നിലനിൽക്കില്ല. ആശയപരമായി ഐക്യമില്ലാത്ത ഒരു സമൂഹവും നിലനിൽക്കില്ല. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, അവന് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നൊരു ബോധം കൊടുക്കാൻ കഴിയുന്ന ഈ മതിലുകൾക്ക് മുകളിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവില്ല എന്നുള്ളതാണ്. ഒരു സമുദായ നേതാവില്ല. ഇപ്പം കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, യാക്കോബായ സഭയ്ക്ക് അൽമായ സമൂഹമുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ കത്തോലിക്ക സഭയിലെ 3 രീതിയിലും ഉണ്ട് അൽമായ നേതാക്കൾ, അല്ലെ? അവർ ഓരോരുത്തരും ഓരോ സംഘടനയാണ്. എന്നാൽ ഇവര് തമ്മിൽ ഒരു ധാരണയുണ്ടോ? ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടോ? കോമൺ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇല്ല. എല്ലാവരും അവനവന്റെ സമുദായത്തിലേക്ക് എന്ത് കിട്ടും എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും നമുക്ക് സംഘടിതമായിട്ട് എന്ത് സമ്പാദിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്നില്ല സമുദായ നേതാക്കൾ. അത് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമുദായത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ചിന്തിച്ചു നോക്കൂ. അവരെ വളർത്താനായിട്ട് ആ സമുദായത്തിന് നിർണായകമായ പങ്കുണ്ട്. അപ്പം വളർത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സമുദായമാണെങ്കിൽ എന്തിനു വേണ്ടിയാണോ വളർത്തിയത്? രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ സമുദായത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു രാഷ്ട്രീയ നേതാവും പൂർണ്ണമായും അവരുടെ സമുദായത്തെ മാത്രമല്ല നോക്കുന്നത്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാട് എന്താണ്? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ, മതത്തിൽ ഇറങ്ങിയോ, എല്ലാവർക്കും വേണ്ടിയാണ്.
അവൻ പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എടുത്തു നോക്കൂ, അവര് ഏതെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരുടെ കൺസേൺ എന്താണ്? ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ അവരുടെ പാർട്ടിയാണ് ദൈവം. ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയാണ്. അത് കേരള കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് ദൈവം. അതേസമയം മറ്റൊരു പിന്നെ ഈ മതത്തിന്റെ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായ നേതാക്കൾ പറയുന്നതും സമുദായത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രൈമറി ആയിട്ട് പരിഗണിക്കുന്നത്. ഈ ഇടയ്ക്ക് നടന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ പ്രമുഖ നേതാവ് പറഞ്ഞില്ലേ, മതമാണ് വലുതെന്നുള്ള കൃത്യമായിട്ട് തന്നെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, സമുദായ സംഘടനയുടെ നേതാവല്ല പറയുന്നത്. പക്ഷേ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരൻ ക്രൈസ്തവന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഒരു ക്രൈസ്തവനും ഒരു മത നേതാവും സമുദായ നേതാവും ചിന്തിക്കുന്നില്ല. അയാൾ നേര് ചെയ്യണമെന്നും അയാൾ ക്രൈസ്തവമായ ധർമ്മം എന്താണ്? എല്ലാവരെയും ദൈവമക്കളായിട്ട് കാണുക, എല്ലാവരും പിന്നെ മനുഷ്യരായിട്ട് അംഗീകരിക്കുക. ഇവിടെ രാഷ്ട്രീയം മൂത്ത് കഴിയുമ്പോൾ മനുഷ്യത്വം ഇല്ലാതെ. അത് വളരെ കറക്റ്റാണ് ടോമസ്. ഈ പലപ്പോഴും ഈ ക്രൈസ്തവ നാമധാരികൾ, രാഷ്ട്രീയ നേതാക്കൾ ചിലരെങ്കിലും ഉന്നയിക്കുന്ന ഒരു ആശങ്കയുണ്ട്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോത്സാഹനം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്നൊരു ആശങ്ക. ഇപ്പൊ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ കിട്ടുന്നില്ല, അങ്ങനെ ആശങ്ക ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാസ്തവം എങ്ങനെയാണ്? ശരിക്കും രാഷ്ട്രീയത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളതെന്തോ ഒരു രണ്ടാംകിട കാര്യമായിട്ട് ഒരു പരമ്പരാഗത നമ്മൾ വരുത്തിയ ഒരു ചരിത്രപരമായ ഒരു മിസ്റ്റേക്ക്, എന്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തലാണേ, അത് വിമർശനമായിട്ടൊന്നും കണക്കാക്കണമെന്നില്ല. നമ്മൾ ഇതിൽ നിന്നുണ്ടായ നമ്മളൊരു കാലത്ത് കലാലയ രാഷ്ട്രീയം അങ്ങ് നിരോധിച്ചു, കോടതി വിധി മേടിച്ച് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചു. എന്തിനാണ്? 2 മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേരൊന്നും വിളിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും ഒരു ലക്ഷ്യം. എന്നിട്ട് വിഷയം എന്താണ് ഉണ്ടായത്? ക്യാമ്പസിൽ നിന്ന് രാഷ്ട്രീയം പോയോ? ക്യാമ്പസിൽ നിന്ന് പോയ രാഷ്ട്രീയം അധ്യാപകരെ ആദരിക്കുന്ന, മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള, പറഞ്ഞാൽ കേൾക്കുന്ന യുവജന സമൂഹങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ലാതായി. ഗവർണറുടെ വണ്ടിയിൽ ഇടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നും എല്ലാ ക്യാമ്പസിലും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ ഏത് കോടതി വിധി കൊണ്ടുവന്ന് നിരോധിച്ചാലും ഉണ്ട്. അപ്പൊ എന്താ ഉണ്ടായേ? ശുദ്ധമായ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നമ്മൾ ഒരു പ്രതിലോമ ശക്തിയുടെ രാഷ്ട്രീയത്തെ, അത് നമ്മൾ എത്ര തടഞ്ഞാലും അവർ ഗൂഢമായി പുറത്തു നിന്നുള്ള പിന്തുണ, ആ ഗ്യാപ്പിൽ തീവ്രവാദ ശക്തികൾ, ആ ഗ്യാപ്പിൽ പല പ്രതിലോമ ശക്തികൾ, എതിർ ശക്തികളൊക്കെയും അവിടെ ശക്തമായി പ്രവർത്തിച്ചു. അപ്പോൾ നമുക്ക് മൂല്യബോധമുള്ള അധ്യാപകരാരാണ്, അവരുടെ വില എന്താണെന്ന് അറിവുള്ള ഒരു രാഷ്ട്രീയ പരിശീലന കളരി നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ സ്കോട്ടച്ചനൊക്കെ, സ്ലീവാച്ചനൊക്കെ നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനായി പ്രവർത്തിച്ച് വന്നയാളാണ്. ഇത് കൂടുതൽ അദ്ദേഹത്തിന് പറയാം. അതുകൊണ്ട് രാഷ്ട്രീയ പരിശീലനം, ജോൺസൺ അച്ഛൻ സൂചിപ്പിച്ച ഒരു പോയിന്റാണ്, രാഷ്ട്രീയക്കാർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ? അവരുടെ പരിശീലനമാണ്, പൊതുപ്രവർത്തനമാണ് രാഷ്ട്രീയക്കാരന്റെ യോഗ്യത എന്നും. അവൻ എത്രമാത്രം നൂലിൽ നിന്ന് ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന, നാട്ടിൽ കേട്ടുകേൾവില്ലാത്ത സ്ഥാനാർത്ഥിയല്ല രാഷ്ട്രീയക്കാരന്റെ. അവന്റെ ബലം എന്താണ്? സാധാരണ മനുഷ്യന്റെ കൂടെ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ധർണയ്ക്കിരുന്നും പഞ്ചായത്ത് ഓഫീസുകൾ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ കയറി നിറങ്ങിയും, അതാണ് അവന്റെ യോഗ്യത എന്ന് പറയുന്നത്. ആ അടിസ്ഥാന രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിന്റെ സാധ്യതയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തെ ചുമ്മാ കണ്ണും പൂട്ടി നിരോധിച്ചപ്പോൾ. ശരിയാണ്, നമുക്ക് അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഒരു ഭാഗത്ത് ഒരു പ്രതികരണശേഷിയും ഇല്ലാത്ത ഒരു യുവജന സമൂഹം സൃഷ്ടിക്കപ്പെട്ടു, മറുഭാഗത്ത് എല്ലാ ഈ എതിർ ശബ്ദങ്ങളെയും ചിന്തിക്കുന്ന ഒരു സമൂഹം പാരലായി വളർന്നു വന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രാഷ്ട്രീയ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. രാഷ്ട്ര നിർമ്മിതിയിൽ യുവജനങ്ങള്, കലാലയങ്ങൾ, ക്യാമ്പസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യണമെന്നാണ്. ഒരു കാര്യം ടോമച്ചൻ പറഞ്ഞതിലെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അന്നുണ്ടായ കലാലയ രാഷ്ട്രീയം നിരോധിച്ച സമയത്ത് കലാലയത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. 91 92 കാലഘട്ടങ്ങളിലാണ്. അന്ന് UC കോളേജിലൊക്കെ സമരവിരുദ്ധ മുന്നണിയൊക്കെ കേരളത്തിൽ മുഴുവൻ ചർച്ചയായ സംഗതിയാണ്. യെസ്, പിന്നെ എന്റെ ഇരട്ട സഹോദരൻ റോബി അച്ഛന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഞങ്ങൾ പഠിപ്പ് മുടക്കി വിരുദ്ധ സമരസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നീളമുള്ള ഒരു സംഘടന ഉണ്ടാക്കി. അപ്പൊ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ 13 കോളേജുകളിലേക്ക് വ്യാപിപ്പിച്ചപ്പോഴാണ് സത്യവാൻ കൊട്ടാരക്കര, KE മാമൻ, S ഗുപ്തൻ നായർ തുടങ്ങിയ കേരളത്തിലെ പിന്നെ സാംസ്കാരിക നായകര് വിദ്യാഭ്യാസ സുരക്ഷാ സമിതി എന്നൊരു സംവിധാനം ഉണ്ടാക്കി. കാരണം കേരളത്തിൽ അന്ന് രാഷ്ട്രീയക്കാരെ ഈ കോളേജ് ഭരിക്കുകയാണ്. അവര് പുറത്തുനിന്ന് പറയുന്നവരാണ് അകത്ത് സ്ഥാനാർത്ഥികളാണ്. അവര് തല്ലാൻ പറഞ്ഞാൽ അവർ അധ്യാപകരെ തല്ലും, പിള്ളേർ അധ്യാപകരെ തല്ലും. വെറും രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങൾ മാത്രമായിട്ട് ഈ വിദ്യാർത്ഥികൾ മാറി
ഒരു കാരണവുമില്ലാതെ 4 പേര് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 പേരുടെ പഠനം ഒരു ദിവസം മുടങ്ങുകയാണ്. അത്ര അധ്യാപകരുടെ ഒരു ദിവസത്തെ അധ്യാപനം അവസാനിക്കുകയാണ്. ഇതൊരു വളരെ മോശം പ്രവണതയായി വന്നപ്പോഴാണ് പഠിപ്പ് മുടക്കിനെതിരെ ഞങ്ങളൊരു പ്രസ്ഥാനം കൊണ്ടു. അപ്പം ഈ സത്യവാൻ കൊട്ടാരക്കരയും കെ ഇ മാമൻ സാറും പിന്നെ ഗുപ്തൻ നായർ സാറും ഒക്കെ ഈ ഒരു വിദ്യാഭ്യാസ സുരക്ഷാ സമിതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ആ വിദ്യാഭ്യാസ സുരക്ഷാ സമിതിയാണ് കേരളത്തിൽ സ്കൂൾ രാഷ്ട്രീയത്തിനെതിരെ, സ്കൂളിലായിരുന്നു രാഷ്ട്രീയം, സ്കൂളിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു, അതിനെതിരെ കേസ് കൊടുത്ത് ഹൈക്കോടതി അത് സ്വീകരിച്ചിട്ടാണ് സ്കൂൾ രാഷ്ട്രീയം നിരോധിക്കുന്നത്. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ടാണ് കലാലയ രാഷ്ട്രീയം നിരോധിക്കുന്നത്. കലാലയ രാഷ്ട്രീയത്തിന്റെ പേരിൽ ബലിയാടുകളായ ഈ രാഷ്ട്രീയക്കാരുടെ ഇരകൾ, ഈ നേതാക്കളൊക്കെ ഇന്ന് എന്താണ്? ഞങ്ങളുടെ കാലത്ത് 91, 93 കാലഘട്ടങ്ങളിൽ UC കോളേജിൽ പഠിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ കഴുത്തിന് പിടിക്കുകയും ഞങ്ങളെ തല്ലുകയും ചെയ്ത വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് എവിടെയാണ്? അവര് ഡിഗ്രി ജയിച്ചവർ എത്ര പേരുണ്ട്? ഞാനതിലൊരാൾ, അന്നത്തെ വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ഒരാളെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് കണ്ടു. ഞങ്ങളൊക്കെ ആദരവോടെ കണ്ടിരുന്ന രാഷ്ട്രീയ നേതാവാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഡിഗ്രി തോറ്റു കഴിഞ്ഞപ്പോൾ എന്നെ പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല ഫാദറെ എന്ന് പറഞ്ഞു. അതിനകത്ത് മറ്റൊരു പോയിന്റില്ല, അതായത് അക്രമ രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും അപലപിക്കണം, ഈ പഠിപ്പ് മുടക്കിയുള്ള രാഷ്ട്രീയത്തെ അപലപിക്കണം. ഞാൻ രാഷ്ട്രീയ ബോധം വേണ്ടതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതാ നിരോധിച്ച ഒരു ഗ്യാപ്പില്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് നേതൃഗുണമുള്ള അനേകം പേര് നമ്മുടെ സമുദായത്തിലുണ്ട്, യൂത്ത് ഉണ്ട്. പക്ഷെ അവരൊക്കെ നേതൃനിലയിലേക്ക് വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പരിശീലന പദ്ധതികൾ അല്ലെങ്കിൽ കർമ്മ പദ്ധതികളോ അല്ലെങ്കിൽ അവരുടെ നേതൃശേഷി പ്രകടമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം, നമുക്കറിയാം KCVM പോലുള്ള സംഘടനകൾ അവിടെയുണ്ട്. എങ്കിൽ പോലും ആ ഒരു വാക്വം അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത വാക്വം നമുക്ക് അത് ഫില്ല് ചെയ്യാൻ സാധിക്കണം. സ്പോർട്സിന് കുറെ കൂടി പറയാൻ സാധിക്കും. കാരണം അച്ഛൻ രാഷ്ട്രീയ മേഖലയിൽ വന്നതാണ്. ഈ രാഷ്ട്രീയ ഒരു മോശം ശരി, അപ്പൊ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടുമുട്ടാതിരുന്നു നന്നായി. അച്ഛന്മാർ ഓർമ്മിച്ച പോലെ തന്നെ സമരരഹിത കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കലാലയിൽ നിന്ന് രാഷ്ട്രീയം പടിയിറങ്ങിയതോടുകൂടെ പ്രത്യേകിച്ച് നമുക്കാണ് ക്ഷീണം സംഭവിച്ചത്. ക്രൈസ്തവ മേഖലയിൽ നല്ല നേതൃത്വം വളർന്നു വരാനായിട്ട് സാധിക്കാതെ പോയി. പിന്നീട് കലാലയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നവരൊക്കെ മറ്റു പല ശക്തികളുടെയും മറ്റു പല ചിന്താധാരകളെയും പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അവരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കാരണവർ പറഞ്ഞു, മക്കളെ രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയം നിർത്തിക്കുക എന്ന് നമ്മുടെ പിള്ളേരോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ തന്നെ ചില പ്രത്യയ ശാസ്ത്രങ്ങൾ കലാലയ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നു. അവര് മൂല്യബോധം നഷ്ടപ്പെടുന്ന ഒരു തലമുറയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടും ഒരു തലമുറയ്ക്ക് മൂല്യബോധം നഷ്ടപ്പെടുത്തി തങ്ങളുടെ പ്രത്യയശാസ്ത്രം മാത്രമാണ് ശരിയെന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിലേക്ക് പഴയ കാരണവന്മാരുടെ പാരമ്പര്യം പേറിക്കൊണ്ട് നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും പറയുന്ന രീതിയിലേക്ക് കലാലയ രാഷ്ട്രീയം വളർന്നു വന്നിരുന്നുവെങ്കിൽ കുറെ കൂടെ നമുക്ക് നല്ല നേതൃത്വത്തിനെ കിട്ടിയേനെ. ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ അഭാവം വന്നുപോയത് കലാലയ രാഷ്ട്രീയത്തിന്റെ ഒരു വീഴ്ച തന്നെയുണ്ട്. അതേസമയം കലാലയ രാഷ്ട്രീയം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ മറ്റു പല വേദികളിലും ഈ യുവത്വത്തെ മുൻപോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാതെ പോയത് നമ്മുടെ പരാജയമാണ്. KCVM പോലെയുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രൈസ്തവ യുവജന സംഘടനകളിൽ നേരിന്റെ പക്ഷം നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. തങ്ങളുടേതായ ആശയങ്ങൾക്ക് സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു മാനമുണ്ട്, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ശരിയാകുമോ, അല്ലെങ്കിൽ KCVM അല്ലെങ്കിൽ MCYM SMYM അല്ലെ LCYM ഇങ്ങനെയുള്ള സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ ക്രൈസ്തവ സംഘടനയല്ലേ, ക്രൈസ്തവ മൂല്യങ്ങൾ നോക്കി പ്രതികരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നുമില്ല. 1-2 ആളുകൾ അവിടെ ഇവിടെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അത് മറ്റു പല സംഘടനകളുടെയും മറ്റു പല പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പലപ്പോഴും ഒരു പ്രസ് റിലീസ് പ്രതികരണങ്ങളായിട്ട് അതെ നമ്മുടെ യുവജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാകുന്ന രീതിയിൽ കേരളത്തിലെ ക്രൈസ്തവ യുവജന സംഘടനകൾ മാറ്റപ്പെടുന്നില്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല. പണ്ട് നടത്തിയ പോലെ പരിസ്ഥിതി ദിനാഘോഷം നടത്തി പോകുന്നു, പണ്ട് നടത്തിയതുപോലെ അധ്യാപകരെ ആദരിക്കുന്ന ഒരു പരിപാടി നടത്തുന്നു, വർഷത്തിൽ ഒരിക്കൽ കൂടി വരുന്ന ഒരു ക്യാമ്പ് നടത്തുന്നു. അതിനപ്പുറത്തേക്ക് മൂല്യബോധമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുവാനായിട്ട് പൊതുബോധത്തിന്റെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ തൊക്കെ അവർക്ക് ഇന്നും പ്രാപ്തമാകുന്നില്ല. നമ്മളിപ്പോഴും പറയുന്ന മുല്ലപ്പെരിയാർ സമരം KCVM നടത്തി എന്നുള്ളത്, തീരദേശത്തിന്റെ സമരം KCVM നടത്തി എന്നുള്ളത്, അത് കഴിഞ്ഞ് എത്രയോ വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കക്കുകളി പോലെയുള്ള നാടകങ്ങൾ വന്നു. നമ്മുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും 1-2 രൂപതകളിൽ മാത്രമേ അത് പ്രകടമായിട്ട് യുവജനങ്ങൾ പുറത്തേക്ക് വന്നുള്ളൂ. അതേസമയം ഈ കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിൽക്കപ്പെടുന്ന യുവജനങ്ങളെ നമ്മുടെ ഫോക്കസിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ മൂല്യബോധമുള്ള രാഷ്ട്രീയ ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച് പൊതു രീതിയിലേക്ക് പൊതുബോധത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കത്തക്ക അവരെ പ്രാപ്തമാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു മൂല്യച്യുതി
നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകുകയില്ലായിരുന്നു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒത്തിരിയേറെ യുവജനങ്ങൾ KCPI പ്ലാറ്റ്ഫോമിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വാട്സാപ്പിൽ കേട്ട ഒരു സന്ദേശമാണ്, KCPI ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, കേരള കോൺഗ്രസിനെ യുവജന പ്രസ്ഥാനത്തിലേക്ക്, യൂത്ത് ഫ്രണ്ടിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ധാരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വാട്സാപ്പ് മെസ്സേജുകളൊക്കെ ഒത്തിരി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അതൊക്കെ സംഭവം ശരിയാണ്, ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ യുവജനങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് മൂല്യബോധമുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ നടുവായിക്കൊള്ളട്ടെ, അവരുടെ ഒപ്പം നിന്ന് പോകുമ്പോഴും ക്രൈസ്തവന്റെ സമുദായ ബോധത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾക്ക് സഭയാണ്, സമുദായമാണ് മുഖ്യമെന്ന് പറയുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളത് നമ്മുടെ സത്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളൊരു പ്രോത്സാഹനം നമ്മുടെ യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വളരാൻ കൊടുക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. എത്രയോ രാഷ്ട്രീയക്കാരെ നമ്മൾ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ളവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട്, അവർക്ക് പിന്തുണ. ഈ രാഷ്ട്രീയക്കാരൻ വിജയിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവനായ ഒരു രാഷ്ട്രീയക്കാരൻ വിജയിച്ചു കഴിഞ്ഞാൽ സഭയുണ്ട്, രൂപതയുണ്ട്, എല്ലാവരും അയാളുടെ കൂടെയാണ്. അയാളൊന്ന് പരാജയപ്പെട്ടോട്ടെ, ആരുടെ കൂടെ? അപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ അവന്റെ ഐഡന്റിറ്റി, ഒരു ക്രൈസ്തവനാണെങ്കിൽ അവന്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ്. ഞാൻ തോറ്റുപോയാൽ എനിക്ക് ആരുമില്ല, ജയിച്ചാൽ എല്ലാവരും. ഈ റോയ്സൺ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ സഭയോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്, അവര് ചില സംഘർഷങ്ങളിലൂടെ കടന്നുപോയി, അവരുടെ മേൽ ആരോപണങ്ങൾ കുമിഞ്ഞുകൂടി. ഉദാഹരണം ഉമ്മൻചാണ്ടി, അദ്ദേഹം നേരിട്ട ആരോപണങ്ങളിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏത് മതസമൂഹമാണ് അദ്ദേഹത്തിന്റെ കൂടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയാം എന്ന് ഉറക്കെ പറയാൻ ആരും ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളായ രാഷ്ട്രീയക്കാരന്റെയും ദുർവിധിയാണ്. അവൻ ഒരു ഇല്ലാത്ത വ്യാജ ആരോപണം നേരിടുന്നു, അന്നേരം ആരുമില്ല. റോയ്ച്ചൻ പറഞ്ഞ പോലെ വിജയിക്കുമ്പോൾ വിജയിയുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ തോറ്റ സമയത്തോ പുറകിലായ സമയത്തോ കൂടെ സഭയോ സമുദായമോ ഇല്ലാത്തത് കൊണ്ട് അവർ ജയിക്കുമ്പോൾ അവർക്ക് ഈ സമുദായത്തോട് പ്രത്യേകിച്ച് പ്രതിബദ്ധത തോന്നേണ്ട കാര്യമില്ല. അതാണ് ഇവൻ മറ്റൊരു സമുദായത്തിലാണെങ്കിൽ അയാൾ ഏത് കൊള്ളരുതായ്മ കാണിച്ചാലും ആ സമുദായത്തിന്റെ ആളാണ് എന്നുള്ളതിന്റെ പേരിൽ അവരുടെ പത്രങ്ങൾ, അവരുടെ മാധ്യമങ്ങൾ, അവരുടെ പാർട്ടികൾ, അവരുടെ സമുദായ സംഘടനകൾ എല്ലാവരും ഒന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പിന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുമ്പോൾ ബാക്കിയുള്ളവർ വളരെ സൈലന്റ് ആവും. അതിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും. അതാണ് അവരുടെ വിജയം. അത് കറക്റ്റാണ്. നമുക്ക് ഈ പറയുന്ന പോലെ അപ്പം അച്ഛന്മാര് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു വൈറ്റ് കോളർ ജോബ് അല്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു വിജയം എന്താ? അദ്ദേഹം സമയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഒരു MLA കഴിയുമ്പോഴാണ് ഇപ്പൊ റോയ്സൺ പറയുന്ന പോലെ സഭയുടെ കൂടെ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ നിൽക്കും. പക്ഷെ അതുവരെ വളർന്നു വരുന്ന ഒരു പ്രോസസ്സിൽ സഭയുടെ റോൾ എന്താണ്? അതാണ് KCPI പോലെയുള്ള യുവജന സംഘടനകൾ നിർണയിച്ചു വെക്കേണ്ടത്. അതാണ് ഈ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള നേതാക്കളുടെ റോൾ എന്താണ്? ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മൾ 4 പേരും, നമ്മൾ 5 പേരും ഇവിടെ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു ക്രൈസ്തവനായിട്ട് ഒരാൾ ഒരു MLA ആയാൽ അയാൾ ക്രൈസ്തവന് വേണ്ടി മാത്രമല്ല ചെയ്യേണ്ടത്, അയാൾ നീതി ചെയ്യണം എന്നാണ്. ആ നീതി ബോധമാണ് ക്രൈസ്തവ ബോധം, ക്രൈസ്തവ സംഭാവന. ഒരു കേരളത്തിലെ ഒരു പൊതു നേതാവിന് ഒരു ക്രിസ്ത്യൻ സംഭാവന എന്താണ്? അയാൾ എല്ലാവരോടും തുല്യ നീതി ചെയ്യണം എന്നുള്ള ഒരു സമ്മർദ്ദം അയാളുടെ ഉള്ളിൽ ഉണർത്തുക. അതാണ് ക്രിസ്തീയം. കാരണം എല്ലാവരും നമുക്ക് തുല്യരാണ്. പക്ഷെ മറ്റ് മതസ്ഥരും മറ്റ് സമുദായക്കാരും നേതാക്കളായി വരുമ്പോൾ നമുക്ക് അവര് സേവനം ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. അവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രൈസ്തവമായ ഒരു മൂല്യബോധം സമൂഹത്തിൽ നിലനിർത്താൻ നമുക്ക് നമ്മുടെ സമുദായത്തിൽ നിന്ന് നേതാക്കൾ വേണം എന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരിടുന്ന ഈ രാഷ്ട്രീയ മേഖലയിലെ സ്വാധീനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ ചർച്ച ചെയ്ത് നമ്മൾ ഏറ്റവും കൺക്ലൂഡിംഗ് പോയിന്റിൽ എത്തുമ്പോൾ എനിക്ക് ഒന്ന് സൊല്യൂഷൻസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് എപ്പിസോഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ജോൺസൺ വെച്ചാൽ എന്താണ് നമുക്കൊരു പരിഹാരം? ചുരുങ്ങിയ വാക്കുകൾ. നമ്മുടെ മുമ്പിൽ ഇപ്പോ പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരുടെ ഈ പുതുതലമുറയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വക കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ മേഖലയിലേക്കാണ് നമ്മൾ എപ്പോഴും കാര്യം നോക്കുക. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും എഞ്ചിനീയറിംഗിനാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ആ മേഖലകളിലേക്ക്, പിന്നെ ഏറ്റവും ഉപരിയായിട്ട് കുടിയേറ്റ മേഖലകളിലേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ പൊതുസമൂഹത്തെ താങ്ങി നിർത്തുന്ന മീഡിയ ഉൾപ്പെടെയുള്ള 4 തൂണുകളിൽ ഒന്ന് ജുഡീഷ്യറി, ബ്യൂറോക്രസി, ഗവേണൻസ്. രാഷ്ട്രീയം നമ്മുടെ പൊതുസമൂഹത്തെ താങ്ങി നിർത്തുന്ന ഒരു തൂണാണ്. ഒരു പ്രധാനപ്പെട്ട റോള് രാഷ്ട്രീയക്കാരന് വഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇവിടെ നമ്മച്ചന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരെ പൊതിഞ്ഞു പിടിക്കുവാനായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഒരു മോശമായ ഒരു കാര്യമല്ല. നമ്മുടെ സമൂഹത്തെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രസക്തി ഇല്ലാതായി പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ വാട്ട് ഔട്ടായി അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മോശമായ ഒരു പ്രവർത്തന മേഖലയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് തന്റെ അടുത്തോടുകൂടി
ഇറങ്ങാനായിട്ടില്ല, രാഷ്ട്രീയത്തിൽ കയറാനായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. തീർച്ചയായും വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മൾ ഏറ്റവും കൺക്ലൂഡിംഗ് ആയിട്ട് പറയുമ്പോൾ രാഷ്ട്രീയം മോശമായിട്ടുള്ളൊരു മേഖലയല്ല. രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കുവാൻ, പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങൾക്ക് നൽകുവാൻ നമ്മുടെ ഇടവകൾക്കും സഭാ നേതൃത്വത്തിനും സാധിക്കട്ടെ. ഒപ്പം ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, സമുദായത്തിന് അനുകൂലമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുവാൻ സഭാ നേതൃത്വത്തിനാകട്ടെ. തീർച്ചയായും ഉമ്മൻചാണ്ടിയെ പോലുള്ള മികച്ച നേതാക്കൾ പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന, ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഉയർന്നു വരട്ടെ എന്ന ആശംസയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.